നമസ്കാരം. 2025 ജൂൺ മാസം 11-ാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് നറുക്കെടുപ്പ് നടക്കുക. അപ്പോൾ അന്നേ ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള വിഷയമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൊണ്ട് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ എപ്രകാരമാണ് ഇവർക്ക് ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്? ജ്യോതിഷാടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറേ നാളുകാർക്ക് അനുകൂലമായ സ്ഥാനങ്ങളിൽ കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ നേട്ടം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഒപ്പം ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം വന്നു ചേരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാം. കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പോരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാം. മീനക്കുറിൽപ്പെട്ട പോരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് വേണ്ടി 50 രൂപ കൊടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാർക്കും അവസരം ഒത്തുനിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അതിനാൽ അവർക്കും 50 രൂപ കൊടുത്ത് ധനലക്ഷ്മി ഭാഗ്യക്കുറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല് പൂയം ആയില്യം നാളുകാർക്കും ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്കും ഈ ബുധനാഴ്ച ദിവസം ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ 50 രൂപ കൊടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. തുലാക്കുറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. ആയതിനാൽ ഈ നാളുകാരും 50 രൂപ കൊടുത്ത് ധനലക്ഷ്മി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാനുള്ള അവകാശവും അധികാരവും ഒക്കെ വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കുക. ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ചന്ദ്രൻ ബലമുള്ള ചന്ദ്രനാണ്. അപ്പോൾ ബലമുള്ള ചന്ദ്രൻ വൃശ്ചികൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ നാളുകാർക്കൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങളും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്, ദിവസമാണ്. അപ്പോൾ ഈ നാളുകാർ ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക, 50 രൂപ മുടക്കുക. അപ്പോൾ ലോട്ടറി ഭാഗ്യം ഭാഗ്യദേവതയുടെ അനുഗ്രഹമാണ് പ്രധാനപ്പെട്ടൊരു വിഷയം. ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഭാഗ്യദേവത ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുത്താൽ ഒരു സമ്മാനം ഉറപ്പായിട്ട് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനിവിടെ കുറേ നമ്പറുകൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക. 50 രൂപയല്ലേ, ഞാൻ ഒരു 1-ാം സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് നമ്പറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പോയാൽ പോട്ടെ, 50 അല്ലേ പോകത്തുള്ളൂ, കിട്ടിയാൽ 1 കോടി കിട്ടും. അപ്പോൾ ഈ നമ്പറുകൾ വിശ്വാസമുള്ളവർ ഈ നമ്പറും കൂടെ ഒന്ന് നോക്കി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. അതിൻ്റെ സീരിയൽ നമ്പർ ഏതെങ്കിലും ആട്ടെ, ഈ 6 അക്ക നമ്പറുകൾ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. അത് ഞാനിവിടെ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട്. ഇത്രയും നമ്പറുകളാണ് ഞാനിവിടെ പ്രധാനമായിട്ടും കാണിച്ചിരിക്കുന്നത്. ഈ നമ്പറുകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ 1 വരും, 2 വരും, 4 വരും, 6 വരും, 8 വരും, 9 വരും. അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത എന്നുള്ളതാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ നമ്പറുകൾ നോക്കി എടുക്കുക. വിശ്വാസമുള്ളവർ ഈ നമ്പറുകളൊക്കെ നോക്കിയെടുക്കുക. 50 രൂപ അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പറുകളുള്ള ഒരു ലോട്ടറി ടിക്കറ്റാണ് നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന കടയിൽ ഉള്ളതെങ്കിൽ ഈ നമ്പറുകൾ ഉണ്ടെങ്കിൽ എടുക്കുക. ഭാഗ്യദേവത ഒരുപക്ഷെ ഈ നമ്പറിൽ കൂടി ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് 1 കോടി രൂപ തന്നാൽ അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളയണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്പർ ഉണ്ടോ എന്ന് നോക്കിയെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്പറുകൾ എടുക്കുക. കൂട്ടി നോക്കുമ്പോൾ 1 വരണം, 2 വരണം, 4 വരണം, 6 വരണം, 8 വരണം, 9 വന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. 50 രൂപയെ മുടക്കാവുള്ളൂ, ഒരുപാട് രൂപയൊന്നും വാരി എറിയരുത്. അപ്പോൾ അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ
ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റിൻ്റെ അവസാനത്തെ നമ്പർ ഞാൻ ഈ പറയുന്ന 2 അക്ക നമ്പറായി വരണം. 01, 02, 06, 10, 11, 19, 20, 29, 37, 46, 43, 55, 64, 73, 74, 78, 87, 92, 06, 15, 24, 33, 51, 60, 69, 78, 87, 96, 47, 48, 93, 99, 84, 83, 39. അപ്പോൾ ഇത്രയും നമ്പറുകൾ അവസാനമായിട്ട് വരുന്ന ടിക്കറ്റും കൂടെ നോക്കിയെടുക്കുക. അപ്പോൾ ഈ അവസാനത്തെ 2 അക്ക നമ്പർ ഇത് വരിക, പിന്നത്തെ 4 അക്ക നമ്പറുകൾ നിങ്ങൾ ഒപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ ഒരു വഴി മഹാദേവനാൽ ഭാഗ്യദേവതയാൽ വന്നു ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.